ഹായ് പ്രിയരെ, നമസ്കാരം. വളരെ വേഗതയേറിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനും വളരെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും വേഗതയേറിയ ഒരു കാലഘട്ടമാണ്. ഈ വേഗതയിൽ തന്നെയാണ് നമ്മുടെ മക്കളും വളരുന്നത്. അവരും വളരെ വേഗതയിൽ ഇങ്ങനെ വളർന്നു പോകും. ഇവർ വളർന്നു പോകുമ്പോൾ രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ കൂടെ വളരുവാനും ഇവരുടെ കൂടെ ഇരിക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മളൊരു വീടിൻ്റെ രംഗം ഒന്ന് ചിത്രീകരിച്ച് നോക്കും. ഒരു വീട്ടിൽ എപ്പോഴും ഇങ്ങനെ ജോലി തിരക്കായി കൊണ്ടിരിക്കുന്ന ഒരു അച്ഛൻ, ഈ അച്ഛൻ്റെ അടുക്കലേക്ക് തൻ്റെ മകൻ ഇങ്ങനെ ഓടി വന്നിട്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ അച്ഛൻ പറയും, "ഞാനിപ്പോൾ തിരക്കാടാ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന്" പറയും. ഇങ്ങനെ കാലം ഇങ്ങനെ പറയുമ്പോഴും അച്ഛൻ്റെ മറുപടി ഇത് തന്നെയായിരിക്കും. അവൻ ചിലപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി അവൻ നേടിയെടുത്ത ഒരു കാര്യം പറയാൻ വേണ്ടി വരുമ്പോഴും അച്ഛൻ്റെ ജോലി തിരക്ക് കാരണം അച്ഛൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അച്ഛന് പ്രായം മാറും. കുട്ടി ഇങ്ങനെ വലുതായി. കുട്ടിയും ഇതേ ജോലി തിരക്കിലേക്ക് വരുമ്പോൾ അച്ഛൻ തൻ്റെ മകനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കും. ആഗ്രഹിച്ചുകൊണ്ട് കുട്ടിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കുട്ടി ഇതേ മറുപടി തന്നെ റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ട് കുട്ടികളിങ്ങനെ വളരെ വേഗതയിൽ വളരും. ഈ വളരുന്നതിൻ്റെ കൂടെ തന്നെ രക്ഷിതാക്കൾക്കും കൂടെ വളരുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കാലഘട്ടത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ലോകവും അവർ ചിന്തിക്കുന്ന ചിന്തകളും എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറത്തിലാണ് അവർ നിൽക്കുന്നത്. ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ 90% അവൻ്റെ 5-ാമത്തെ വയസ്സിൽ നടക്കുമെന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് പാരൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടി ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ആ കുട്ടി ഇങ്ങനെ ചിത്രം വരച്ചിട്ട് തൻ്റെ വീടിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. ആ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. വീടിനെ വളരെ ഭംഗിയായിട്ട് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആ കുട്ടിയുടെ അച്ഛനെ മാത്രം ആ കുട്ടി വരച്ചില്ല. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു, "എന്തുകൊണ്ടാണ് നീ അതിനകത്ത് അച്ഛനെ വരയ്ക്കാതിരുന്നത്?" അപ്പോൾ പറഞ്ഞു, "ഞാനും അച്ഛനും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. എനിക്ക് അച്ഛനെ അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല." അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് കൺട്രോളിങ് ചെയ്യുന്ന ഓവർ പാരൻറ്റിങ്ങിനെയല്ല, കുട്ടികൾക്ക് വേണ്ടത് പ്രസൻസ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ്ങിനെയാണ്. അവരുടെ കൂടെ ഇരുന്ന് നിങ്ങൾ സംസാരിക്കുക, അവരെ കേൾക്കുക, അവരെ കറക്റ്റ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട. അവരിങ്ങനെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇനി അങ്ങോട്ട് വെക്കേഷൻ സമയമാണല്ലോ, കുട്ടികൾക്ക് ഒരുപാട് വർത്തമാനങ്ങൾ പറയേണ്ടതുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് വീടാണ്. ആ വീട്ടിലിരുന്നു കൊണ്ട് രക്ഷിതാക്കളുടെ കൂടെ ഇരുന്ന് വർത്തമാനങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവരെ ദയവ് ചെയ്ത് കൺട്രോൾ ചെയ്യരുത്. അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ചിന്തയ്ക്ക് വെച്ച് നോക്കുമ്പോൾ അത് പറയുന്നത് വളരെ പൊട്ടത്തരമായിരിക്കും. നമുക്ക് ചിരി വന്നേക്കാം. പക്ഷെ നമ്മൾ ചിരിക്കണ്ട. നമ്മൾ അവരെ കേട്ടുകൊണ്ടേയിരിക്കുക. അവരെ നല്ല കേൾവിക്കാരനായിട്ട് ഒന്നാമതായിട്ട് പാരൻസ് മാറേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ കേൾവിക്കാരനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യരുത്. അവരെ എല്ലാ മേഖലയിലും കയറിയിട്ട് ഓവർ ആക്ട് ചെയ്തുകൊണ്ട് ഓവർ പാരൻറ്റിങ് നടത്തുമ്പോൾ ഈ കുട്ടികളും നിങ്ങളും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിൽ വിള്ളലുകൾ ഏൽക്കുകയാണ്. ഈ വിള്ളലുകൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിള്ളലുകളുടെ ഗ്യാപ്പിലേക്ക് മറ്റുള്ള കാര്യങ്ങൾ കടത്തി വെച്ചിട്ട് അവരതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതൊരു പക്ഷേ അനാരോഗ്യകരമായ ബന്ധങ്ങളായിരിക്കാം. അതൊരു പക്ഷേ മറ്റുള്ള വഴിവിട്ട രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളുടെ കൂടെ വളരുന്ന കാലഘട്ടത്തിൽ, വളരെ വേഗതയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് വളരുവാൻ വേണ്ടി അവരുമായിട്ട് വൈകാരിക അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ പിക്ചർ മാഞ്ഞു പോവുകയും അവർ മറ്റുള്ള പിക്ചറുകൾ അവിടെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ കുട്ടികളുടെ വൈകാരിക പക്വതയിൽ ചില വിള്ളലുകൾ സംഭവിക്കുകയും അത് അവരുടെ പഠനത്തിലും വളർച്ചയിലും സംഭവിക്കും. അത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.